നിലവിൽ ഈ കേസിൽ പി ദിവ്യയാണ് ഏക പ്രതി. പക്ഷെ അന്ന് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്നത്തെ ജില്ലാ കളക്ടർ കൂടിയായിരുന്ന അരുൺ കെ വിജയനും ആരോപണ വിധേയനായിരുന്നു. സംശയത്തിന്റെ നിഴലിൽ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അരുൺ കെ വിജയനെ വ്യവസായ വകുപ്പ് ഡയറക്ടറാക്കി നിയമിച്ചു UDF സർക്കാർ. ഇതിൽ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിക്ക് അതൃപ്തിയും ഉണ്ടായിരുന്നു. തന്നോട് ആലോചിക്കാതെ തീരുമാനമെടുത്തെന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പരാതി. നവീൻ ബാബുവിനെ പി ദിവ്യ ആക്ഷേപിച്ചപ്പോൾ അന്ന് വേദിയിലുണ്ടായിരുന്ന കളക്ടർ ഇടപെടാതിരുന്നത് വലിയ വിവാദമായിരുന്നു. നവീൻ ബാബുവിനെതിരെ അന്വേഷണ സംഘത്തിന് മുന്നിൽ അരുൺ കെ വിജയൻ പിന്നീട് മൊഴി നൽകുകയും ചെയ്തു. വിനേഷ് കുമാർ ചേരുകയാണ്. വിനേഷ്, നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് എന്ന് ആവർത്തിക്കുന്നുണ്ട് സർക്കാർ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ CBI അന്വേഷണം വരുന്നതും. പക്ഷേ അന്ന് ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ പി ദിവ്യയ്ക്ക് അവിടേക്ക് വരാൻ അവസരമൊരുക്കിയ പി ദിവ്യ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ മിണ്ടാതിരുന്ന, പിന്നീട് നവീൻ ബാബു കുറ്റസമ്മതം നടത്തിയെന്ന് മൊഴി നൽകിയ അരുൺ വിജയൻ ഈ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ പ്രധാനപ്പെട്ട ഒരു ചുമതലയിലേക്ക് വരുന്നു. അതിൽ UDF-നുള്ളിൽ തന്നെ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് CBI അന്വേഷണം എന്നുള്ളത് പ്രധാനമാണ്. അസിത, നമുക്കറിയാം, ഇതിനെതിരെ രൂക്ഷമായി വിമർശിച്ച ഒരാളായിരുന്നു ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവുമായിരുന്ന VD സതീശൻ. കാരണം ഈ അരുൺ കെ വിജയന്റെ ഇടപെടലുകൾ പലപ്പോഴും ദുരൂഹത ഉയർത്തിയിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ VD സതീശനും അതുപോലെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവ് K സുധാകരൻ ഉൾപ്പെടെ തുറന്നടിച്ചത് നമ്മൾ കണ്ടതാണ്. അതേ ആൾ തന്നെ ഇപ്പോൾ വ്യവസായ വകുപ്പിന്റെ ഡയറക്ടറായി വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ വിരോധാഭാസം. അത് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ ആദ്യം ഇക്കാര്യത്തിൽ ഒരു അതൃപ്തി രേഖപ്പെടുത്തിയതാണ്. വ്യവസായ വകുപ്പിൽ നേരിട്ട് വ്യവസായ വകുപ്പ് കുഞ്ഞാലിക്കുട്ടിക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൽ മുഖ്യമന്ത്രി തലത്തിലുള്ള ഒരു തീരുമാനത്തെ അംഗീകരിക്കുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുള്ള വാർത്തകളെല്ലാം പുറത്തുവന്ന് നമ്മൾ കണ്ടതാണ്. ഈ അരുൺ കെ വിജയന്റെ ഈ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അരുൺ കെ വിജയനെതിരെ LDF-ഉം UDF-ഉം ഒരുപോലെ രംഗത്ത് വന്ന് നമ്മൾ കണ്ടതാണ്. കാരണം ആദ്യം പി ദിവ്യയെ ഇവിടേക്ക് ക്ഷണിക്കാതെ തന്നെ അവർ വരുന്നു, അവർക്ക് കസേരയിട്ട് അവർക്ക് അവിടെ ഇരുന്നു കൊണ്ട് നവീൻ ബാബുവിനെ വിമർശിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്ന് ഏറ്റവും രൂക്ഷമായി തന്നെ വിമർശിച്ചത് കോൺഗ്രസ് നേതാക്കളും അതുപോലെ തന്നെ നമ്മളെ മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകളാണ്. പിന്നീടാണ് ഇതിലെല്ലാം തന്നെ എങ്ങനെ മലക്കം മറിച്ചിൽ ഉണ്ടായി എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. കാരണം ഈ അരുൺ കെ വിജയനെതിരെ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി പരസ്യമായി തന്നെ അന്ന് ഉദയഭാനു ഒക്കെ രംഗത്ത് വന്ന് നമ്മൾ കണ്ടതാണ്. കാരണം അത് ഈ നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുവരുന്ന സംഘത്തിൽ ജില്ലാ കലക്ടർ ആവശ്യമില്ല എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുടുംബവും അതുപോലെ തന്നെ അവിടുത്തെ CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞ് നമ്മൾ കണ്ടതാണ്. കണ്ണൂരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കണ്ണൂരിലും ഇതുപോലെ തന്നെ അദ്ദേഹത്തെ അവിടെ വരേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ള നിലപാടായിരുന്നു കോൺഗ്രസിലും ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരാൾ ഈ വ്യവസായ വകുപ്പിന്റെ തലപ്പത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഇതിലെവിടെയാണ് നീക്കങ്ങൾ നടന്നിട്ടുള്ളത്, എങ്ങനെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്നറിയാൻ കോൺഗ്രസ്സുകാർക്കും നല്ല താല്പര്യമുണ്ട്. കാരണം ഇത് മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയമായ തീരുമാനമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശക്തികൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ലീഗിനകത്തും ഇതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അസിത, ശരി വിനേഷ്, എന്തായാലും നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് എന്ന് ആവർത്തിക്കുന്ന സർക്കാർ, പക്ഷേ അതേ കേസിലെ മറ്റൊരു ആരോപണ വിധേയനെ ഒരു പ്രധാനപ്പെട്ട പദവിയിൽ ഇരുത്തുന്നത് കൂടി നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുന്നു. CBI ആണ് ഈ കേസിലേക്ക് ഇനി വരാൻ പോകുന്നതെങ്കിൽ സ്വാഭാവികമായും അരുൺ വിജയനും ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. പക്ഷേ അങ്ങനെ വരുന്ന ഉദ്യോഗസ്ഥൻ സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു വകുപ്പിൽ പ്രധാനപ്പെട്ട ഒരു ചുമതല വഹിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായും ഇതിന്റെ വലിയ വിരോധാഭാസമായി മാറും. വരും ദിവസങ്ങളിൽ UDF സർക്കാർ നേരിടാൻ പോകുന്ന ഒരു പ്രതിസന്ധി അതായി തീരുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.